all, this is Cock Spa, writer, director, The Ebrit Shane. The Ebrit Shane എന്ന് ഞാൻ പറയാൻ കാരണം The Ebrit Shane പുള്ളി ഒരു സച്ച് എ കൈൻഡ് ഓഫ് ഫിലിം മേക്കർ. എൻ്റെ മലയാളത്തിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് എബ്രിഡ് ഷൈൻ. കാരണം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് ഇദ്ദേഹം സിനിമ ചെയ്തിട്ട് വർഷങ്ങളായി. ലാസ്റ്റ് ഇദ്ദേഹം ചെയ്ത സിനിമ മഹാവീരൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. അതിന് ഞാൻ ഇഷ്ടപ്പെട്ടു പോസിറ്റീവ് പറഞ്ഞതിന് ഇഷ്ടം പോലെ തെറികെട്ടുള്ളതാണ് ഞാൻ. പ്രൊഡ്യൂസേഴ്സ് സജിമോൻ പറയിൽ ആൻഡ് സഞ്ജു ബേസിക്കലി ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഈ സജിമോൻ പറയിൽ എന്ന് പറയുന്ന അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലൊരു സ്പായിൽ കുറേ ആൾക്കാർ, കുറേ ക്ലയൻസ്, കസ്റ്റമേഴ്സ് മസാജ് ചെയ്യാൻ വരുന്നതാണ്. അതിൽ മസാജ് ചെയ്യാൻ വരുന്ന ഒരാൾ, അദ്ദേഹം ഒരു ഭയങ്കരമായിട്ട് ജി കെ പെവേർഷൻ ഉള്ള ഒരാളാണ്. അതാണ് ഈ പ്രൊഡ്യൂസർ അഭിനയിച്ചിരിക്കുന്നത്. ഇഷാൻ ചബ്രയാണ് മ്യൂസിക്കിന് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. എബ്രിഡിൻ്റെ സ്ഥിരം ആളാണ്. അദ്ദേഹത്തിൻ്റെ മഹാവീരർ ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഈ പടത്തിൻ്റെ മൂഡ് അനുസരിച്ചിട്ട് ആണ് പിടിച്ചേക്കുന്നത്. ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടുള്ള പരിപാടിയാണ് മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൂഡ് ഇതിൽ ഒരുപാട് സോങ്സ് ഒന്നുമില്ല. ഉള്ള സോങ്സൊക്കെ തന്നെ ലിറിക്സ് അങ്ങനെ തന്നെയാണ്, നല്ല ഊക്ക് ലെവൽ ലിറിക്സ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പിന്നെ ഒറിജിനൽ സ്കോർ നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ ആ ഒരു ലെവലിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ മനോജാണ് എഡിറ്റർ, സ്വരൂപ് ഫിലിപ്പാണ് സിനിമാറ്റോഗ്രാഫർ. ഇതിൽ കൂടുതൽ ഇൻറ്റീരിയർ സീൻസാണ്. അപ്പോൾ കറക്റ്റ് ഒരു സ്പായ്ക്കകത്തുള്ള പിന്നെ ലൈറ്റിങ്ങും പരിപാടിയും ഞാൻ പറഞ്ഞില്ല, വളരെ 1-2 സീൻസേ ഉള്ളൂ ഔട്ട്ഡോർ, ബാക്കി മൊത്തം ഇൻറ്റീരിയറാണ്. അപ്പോൾ ആ ഒരു പരിമിതമായിട്ടുള്ള സെറ്റപ്പിനകത്ത് നിന്ന് അത് സെറ്റാണ് എങ്കിൽ കൂടെ അത് മാക്സിമം ഭയങ്കര ഒരു ഈസ്തറ്റിക്കായിട്ട് ആ ഒരു സ്പായുടെ ഒരു ആംബിയൻസ്, ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു എൻവയോൺമെൻറ്റ് കറക്റ്റ് നമുക്ക് കിട്ടുന്ന തരത്തിലാണ് ഇവർ രണ്ടുപേരും പരിപാടി ചെയ്തു വെച്ചിട്ടുള്ളത്. എനിക്ക് സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വേറെ കാര്യം, ഇതിൻ്റെ ADസിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ പ്രജോത് കലാഭവൻ, അതായത് ഇദ്ദേഹം ഇപ്പോഴും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. രണ്ടാമത് ഇദ്ദേഹം ഇതിൽ പ്രവർത്തിച്ചിട്ടും ഇദ്ദേഹം ഇതിൽ റോൾ എടുത്തില്ലെന്നേ. കാരണം ഇത്രയും ആൾക്കാർ മസാജ് ചെയ്യാൻ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ മസാജ് ചെയ്യുന്നുണ്ട്, ഡസൻ കണക്കിന് ആൾക്കാർ മസാജ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ പ്രചോദനാണെങ്കിൽ പണ്ട് ആയ പ്രായത്തിൽ ഏപ്പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്ക് റോള് കൊടുക്കായിരുന്നു എബ്രിഡ്. സോ ഈ പടത്തിൻ്റെ കഥ ഞാൻ പറയാം, കാരണം ഈ പടത്തിന് കഥയില്ല, അതുകൊണ്ട് പറയാം. കഥയില്ലാത്ത ഒരു പടമാണിത്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസാജ് സെൻറ്റർ, സ്പായിലേക്ക് മസാജ് ചെയ്യാൻ വരുന്ന, ഹാപ്പി എൻഡിങ് ആഗ്രഹിച്ച് വരുന്ന ഒരു ലോഡ് പുരുഷന്മാർ. അപ്പോൾ ഈ പുരുഷന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റിയാണ്. അപ്പോൾ ഇതൊരു മൈക്രോകോസ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സൊസൈറ്റിയിൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടോ, എന്തൊക്കെ തരത്തിലുള്ള വേഴ്സറ്റാലിറ്റി ഉണ്ടോ, അതൊക്കെ നമുക്ക് ഇതിൽ മസാജ് ചെയ്യാൻ വരുന്ന ഓരോ ആളുകളും കാണാൻ പറ്റും. അങ്ങനെ അതിനെ ഒരു സക്കാസ്റ്റിക്കലി ഭയങ്കര ഒരു സോഷ്യൽ ക്രിറ്റിസിസം പോലെ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ റീഡിങ് പോലെ, ഒരു സെക്ഷലി ഓരോ ആളുകൾക്ക് ഉണ്ടാവുന്ന പെർവേഷൻസിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ്, ഓരോ ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്തിലൊക്കെയാണ്, ഇത്രയും ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമുള്ളത്. അപ്പോൾ അതിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഇത് കൊടുത്തിട്ട്, ഓരോ ട്രെയ്റ്റ്സ് കൊടുത്തിട്ട് ആണ് എബ്രിഡ് ഇതിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര സുഖവും ഭയങ്കര രസവുമായിരുന്നു. ഞാൻ വാട്ടർ ഗോൺ എന്ന നിലയ്ക്കല്ല പറയുന്നത്, അതായത് ഹാപ്പി എൻഡിങ്ങും മസാജിങ് കണ്ടിട്ട് വാട്ടർ ഗോൺ ലെവലെല്ലാം പറയുന്നത്. ഭയങ്കര വിയറായിട്ടുള്ള, ഭയങ്കര ഓടായിട്ടുള്ള സീൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമ്മളിങ്ങനെ കാണുക 1 by 1 ആയിട്ട്. അത് ഭയങ്കരമായി റിയലി എൻജോയ് ദാറ്റ്. കാരണം ഇദ്ദേഹം ചെയ്തിരിക്കുന്ന, എനിക്ക് തോന്നുന്നത് ആർട്ട് ഫോർ ആർട്സ് സേക്ക്, ഇത് നാട്ടുകാർ കണ്ട് 100 കോടി ഓടിക്കാനും 10,000 കോടി അടിക്കാനും എന്നല്ല. ഇദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യണം, എബ്രിഡിൻ്റെ സിനിമ ചെയ്യണം, അത് അദ്ദേഹത്തെ സാറ്റിസ്ഫൈ ചെയ്യണം, അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം ആ ആർട്ട് ഫോമിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം എന്നുള്ള രീതിക്ക് എടുത്ത സിനിമയുടെ എനിക്ക് തോന്നുന്നില്ല. അതല്ലാതെ ഇപ്പോൾ ഒരു ഏപ്പടം എന്ന് പറയുന്നത് ശരിക്കും ഏപ്പടം, അത് സർട്ടിഫിക്കേഷൻ ഉള്ള, അത് വയലൻസിനൊന്നും അല്ല. ഇതിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് സീൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഫാമിലിക്കാർ കാണുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇതിന് അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ലാസ്റ്റ് പുള്ളി തന്നെ സെൽഫ് റോൾ നടത്തുന്നുണ്ട്, അവാർഡ് എല്ലാം നമ്മൾ എടുക്കുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ക്രിയേറ്ററുടെ, അയാളുടെ ഒരു പാഷൻ, അയാളുടെ ഒരു ട്രൂ സെൽഫിനുള്ള ഒരു സെൽഫ് ഡെഡിക്കേഷനായിട്ടാണ് പുള്ളി പണം ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ബ്ലേറ്റൻ്റ് ആയിട്ട്, അത്രയും പോയിന്റ് ബ്ലാങ്കിൽ പച്ചക്ക ചെയ്തേക്കുന്നത്. അതിനർത്ഥം ഇതിൽ ന്യൂഡിറ്റി ഉണ്ട്, മൊത്തം അമേരിക്കൻ പൈലെ പോലും കാണിക്കുന്നുണ്ടെല്ലാം പറയുന്നത്, മനസ്സിലായില്ലേ?
അതല്ല, പക്ഷെ ഇതിൽ ഈ മസാജ് സെൻറ്ററിൽ നടക്കുന്ന കാര്യങ്ങൾ അതിന് ഭയങ്കരമായിട്ടുള്ള കോമിക് റിലീഫ് ഉണ്ട് ത്രൂ ഔട്ട്. അതായത് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ആളുകൾക്കുള്ള വികാര വിചാരങ്ങളും അവരുടെ പരിപാടികളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അവരുടെ കാര്യം നമ്മൾ കാണുന്ന സമയത്ത് ചില സംഭവം നമുക്ക് തന്നെ സ്വയം റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം നടക്കുന്ന ഇതൊക്കെ തന്നെയാണ്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം ഇഷ്ടം പോലെ, ഞാൻ എൻ്റെ സ്ഥലം കോഴിക്കോട്, ഇവിടെ അതായത് ഈ യൂണിസെക്സ് സ്പാ എന്ന് പറഞ്ഞിട്ട് ഏത് ഇലക്ട്രിക് പോസ്റ്റിൽ നിങ്ങൾക്കൊരു സാധനം കാണാം. ഫുള്ള് ഇതിങ്ങനെ A4 ഷീറ്റിനകത്ത് പിന്നെ ഫോട്ടോസ് എടുത്ത് ഒട്ടിച്ചേക്കുക. യൂണിസെക്സ് സ്പാ, അതായത് ക്രോസ് മസാജിങ്. ഇതെവിടെയാണ്, എന്താണ് ലൊക്കേഷൻ എന്താണെന്നും ആർക്കും അറിയില്ല. ഫുള്ള് നമ്പർ എഴുതി ഒട്ടിച്ചേക്കുക. ഈ അടുത്താണല്ലോ മറ്റേ ഒരു വൻ കേസ് ഉണ്ടായത്. ഒരു ഗുണ്ടാ സംഘം ഒരു സ്ത്രീയെ ഒരു സ്പാ നടത്തുന്ന മസാജ് സെൻ്റർ നടത്തുന്ന ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത കേസ്, അതിൻ്റെ CCTV ഫുട്ടേജ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ അതിനുശേഷമാണ് ട്രിവാൻഡ്രം മേയർ VV രാജേഷ് പറഞ്ഞത് ഇനിയും സമ്മതിക്കൂല, സ്ത്രീകൾ പുരുഷന്മാരെ തിരുമാൻ പാടില്ല, പുരുഷന്മാരെ തന്നെ തിരുമോ, സ്ത്രീകളെ തന്നെ തിരുമോ, അതായത് ഹെട്രോസെക്ഷൽ പാടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ രാഷ്ട്രീയ വശങ്ങൾ, അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ സാധനം ഒന്നും ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞ സിനിമേൻ്റെ റിവ്യൂ എന്ന് മാറിപ്പോകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അത് നമ്മുടെ രാജ്യത്ത് വലിയ കുഴപ്പം അതൊക്കെ. മെസ്സാജ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പം ഫിലിപ്പൈനിലും തായ്ലാൻഡിലും പോകാൻ പറ്റും, പൈസ ഇല്ലാത്ത ആൾക്കാരൊക്കെ. ഇവിടുത്തെ നാട്ടുകാർക്ക് സുഖം വേണ്ടേ, അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു സ്പായിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഓരോ ക്യാരക്ടേഴ്സിനെയും വെച്ചിട്ട് എബിഡ് ഷൈൻ അങ്ങ് പച്ചക്കും കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇതിന് A സർട്ടിഫിക്കേഷൻ കിട്ടിയത്. സ്റ്റിൽ ഐ റിപ്പീറ്റ്, ന്യൂഡിറ്റി ഇല്ല. പക്ഷേ ദ ആക്ട് ഓഫ് ഡൂയിങ് ഹാപ്പി എൻഡിങ്സ് ആൻഡ് ഓൾ ദീസ് തിങ്സ്, അത് ഫാമിലിയായിട്ട് പോയിട്ട് കാണാൻ അങ്ങനെയുള്ള ഫാമിലീസിന് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാത്ത ഫാമിലീസിന് കാണാവുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ കപ്പിൾ ലൈഫ് പോവുകയാണെങ്കിലും ചില കപ്പിൾസിന് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും ബുദ്ധിമുട്ടില്ലാത്ത കപ്പിൾസിന് കാണാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഭീകരമായിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. അത് ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കരമായിട്ട് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ ക്യാരക്ടർ. അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഓരോ ആളുകൾക്ക് ഓർഗാസം ഉണ്ടാവുന്നത്, ഓരോ ആളുകളും എങ്ങനെയാണ് അവർക്ക് ഹാപ്പി എൻഡിങ് ഉണ്ടാവുന്നത്, അതിന് അവരുടെ പെർവേഷൻ എന്താണ്, അതാണ് ഈ സിനിമ മൊത്തം പറയുന്നത്. അപ്പോൾ ഇനി 1 by 1 ആയിട്ട് ആദ്യം ഞാൻ ഈ മസാജ് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സ്ത്രീകളെ പരിചയപ്പെടുത്താം. പൂജിത മേനോനാണ് റിസപ്ഷനിസ്റ്റ്. ഗംഭീര പെർഫോമൻസ്. പറയാൻ കാരണം എന്താ പറയുക, വളരെ നാച്ചുറലായിട്ട് ഒരു റിസപ്ഷനിസ്റ്റ് എങ്ങനെ പെരുമാറും, എങ്ങനെ ബിഹേവ് ചെയ്യൂ, അതിൻ്റെ എല്ലാ പരിപാടികളും പുള്ളിക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മസാജിങ്ങിൽ മെയിനായിട്ട് വരുന്നത് ശ്രുതി മേനോൻ ഈസ് ഹോട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ട്രിക്കി ക്യാരക്ടറാണ്. അപ്പോൾ അവർ ആ രീതിയിൽ നല്ല നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാധിക രാധാകൃഷ്ണൻ, അതായത് നമ്മളെ കൈപ്പുഴ കുഞ്ഞപ്പൻ്റെ വിനീത് തട്ടിലിൻ്റെ പേരായിട്ട് അഭിനയിച്ചിരിക്കുന്ന സോങ്ങൊക്കെ നിങ്ങൾ കണ്ടു കാണും. അവർ കുറച്ച് ചബ്ബി കൈൻഡ് ഓഫ്, കാരണം ഓരോ ക്യാരക്ടേഴ്സിനെ അങ്ങനെയുള്ള ചൂസ് ചെയ്യുന്നത് പല ടൈപ്പിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ശ്രുതി മേനോൻ ഹോട്ടാവുന്ന സമയത്ത് ഇവർ ചബ്ബിയാണ്, ഒരു നാടൻ ടൈപ്പ് അങ്ങനത്തെ. അത് അവർ കുറേ സീൻസ് ഉണ്ട്, അവർക്കൊരു സോങ് കിട്ടിയിട്ടുണ്ട്, അവർ നന്നായി ചെയ്തിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഭട്ട് നോൺ മലയാളിയാണ്, ബംഗാളി ഒരു മസാജ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവർ നന്നായി ചെയ്തിട്ടുണ്ട്. മേഘ തോമസ് നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടറെ വൈഫായിട്ട്, ശ്രീജാദാസ് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു മസാജ് ചെയ്യുന്ന സ്ത്രീ, എല്ലാവരും അവരുടെ സീൻസ് നല്ല നൈസായിട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ സമ്മതിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയ്ക്കും എങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഹാൻഡ് ജോബ് പരിപാടിയൊക്കെ, ഇതൊക്കെ സംഭവമൊക്കെ തന്നെ കാണിക്കുന്നില്ല. പക്ഷെ എന്നാലും അത് കാണുന്ന ആളുകൾക്ക് അത് ഫീൽ ചെയ്യുമല്ലോ സിനിമയെ കാണുന്ന സമയത്ത്. അത്തരം ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യാൻ വേണ്ടി ഇവരൊക്കെ തയ്യാറായി എന്നുള്ളതാണ്. ഇനി എബ്രിഡ് ഷൈൻ ഈ ഓരോ മെയിൽ ക്യാരക്ടേഴ്സിനെയും അവരുടെ പെർവേഷനെയും എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത് നോക്കാവേ. സിദ്ധാർത്ഥ് ഭരതൻ ചെയ്ത കഥാപാത്രം, സിദ്ധാർത്ഥ് ഭരതൻ ഒരു ഡയറക്ടറാണ്, ഒരു പ്രോമിനൻറ്റ് ഡയറക്ടർ ഇൻ മോളിവുഡ് മലയാളത്തിൽ. അപ്പോൾ പുള്ളി ഈ പാർലർ പോകണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് പഠിക്കണം, ആ ഉദ്ദേശം വെച്ചാൽ പോണത്. അപ്പോൾ പുള്ളിക്ക് പ്രത്യേകിച്ച് പെർവേഷനും പരിപാടിയൊന്നുമില്ല. ഈ ജസ്റ്റ് വൺസ് നോ അബൌട്ട് വാട്ട് ഇസ് ഗോയിങ് അറൗണ്ട് ഇൻ എ മസാജ് പാർലർ എ സ്പാ. പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ കഥാപാത്രം ഒരു ടിപ്പിക്കൽ ഫാമിലി മാൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം എ പെർവേർട്ട്. അപ്പോൾ പുള്ളിയുടെ പെർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് നമ്മൾ ഈ BDSM ബോട്ടം പറയില്ല, അതുപോലെ പുള്ളിക്ക് ഇങ്ങോട്ട് കൈൻഡ് ഓഫ് മസോക്കിസം, പുള്ളിക്ക് ഇങ്ങോട്ട് തെറി കേട്ടാലേ പുള്ളിക്ക് സെറ്റാവുള്ളൂ. അപ്പോൾ അങ്ങനെ ക്യാരക്ടർ പ്രശാന്തൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് നന്നായി ചെയ്തിട്ടുണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ
അപ്പം ആ പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെ. അതാണ് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഇതാ കൊടുത്തേക്കുന്നത്, ഓരോ ട്രേറ്റ്സാണ് കൊടുത്തേക്കുന്നത്. ദിനേശ് പ്രഭാകർ ചെയ്ത കഥാപാത്രം ഒരു രക്ഷയില്ല, കഥാപാത്രം രക്ഷയില്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് രക്ഷയില്ല, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, അതിന് എഴുതി കൊടുക്കുന്ന ഡയലോഗ്സിന് രക്ഷയില്ല. വല്ലാത്ത ജാതി ഒരു ഒന്നൊന്നര പരിപാടി ഇപ്പോൾ ഇത് ദിനേശ് പ്രഭാകറിൻ്റെ. അതായത് പുള്ളിക്ക് പരിപാടി നടക്കണമെങ്കിൽ പുള്ളിയുടെ വേ ഓഫ് എന്താണ് പെർവേഷൻ എന്ന് പറയുന്നത് വേറെ ഫാൻറ്റസിയാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ അതിലേക്കാണ് പുള്ളി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി കൂടി നിങ്ങൾ ആലോചിക്കണം. അതായത് പഴയ സിനിമ കാണിക്കുന്ന പോലെ റോസാപ്പൂ ഇങ്ങനെ വിടർന്ന് വരിക, പൂവടി മാനത്ത് പോയി പൊട്ടുക, ഇതൊക്കെ കാണുമ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ലേ. മൈ നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. പക്ഷേ എനിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. ശ്രീകാന്ത് മുരളി ഒരു ഡോക്ടറാണ്, എ കംപ്ലീറ്റ് പെർവേർട്ട് ആൻഡ് എ മസോക്കിസ്റ്റ്. പുള്ളിക്ക് ഇജാക്കുലേഷൻ വരുന്നത് പെയിൻ ഉണ്ടാവുന്ന സമയത്താണ്, അതാണല്ലോ മസോക്കിസ്റ്റ്. അപ്പോൾ അതങ്ങനെ ഒരു ക്യാരക്ടർ. വിജയ് മേനോൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇംഗ്ലീഷിൽ മാത്രം ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ഒരാളുണ്ട്. സി മിസ്റ്റർ കിങ്ങിൽ വിജയരാഘവൻ അനിയനായിട്ട് എൻ്റെ മമ്മക്ക് പറയാനുണ്ട്, പെത്തറിനും ബ്രൗൺ ഷുഗറും ചേർന്ന് നിങ്ങൾ കൊന്ന വിജയ് മേനോൻ. വിജയ് മേനോൻ അപ്പോൾ പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്, ഒരു വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ അതങ്ങനെ ഒരു ക്യാരക്ടർ. പിന്നെ അശ്വിൻ കുമാർ പറഞ്ഞത് മറ്റേ കമൽഹാസൻ്റെ ഡ്യൂപ്പ് ചെയ്യുന്ന ട്രെഡ്മില്ലിൽ ട്രാൻസ്ഫർ. മേജർ രവി ഒരു രക്ഷയില്ല. മേജർ രവിയുടെ വൈഫായിട്ട് നീന കുറുപ്പ് അഭിനയിച്ചിട്ടുണ്ട്. മേജർ രവി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ ഒരു മൈനർ വിളിച്ചിട്ട് ചോദിക്കുക ഇവിടെ വരാൻ പറ്റുമെന്ന്. അപ്പോൾ പറ്റില്ല, മൈനർ പറ്റില്ല, മേജറേ പറ്റൂ എന്ന് പറയുന്നിടത്താണ് മേജർ രവിയുടെ ഇൻട്രോ. അതൊക്കെ എന്ത് രസമോ. മേജർ രവി പൊളിയായിരുന്നു ഇതിനകത്ത്. ജോജി മുണ്ടക്കയം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭയങ്കര അഗ്രസീവായിട്ടുള്ള, മര്യാദ ഇല്ലാത്ത, യാതൊരു എറ്റിക്കറ്റും ഇല്ലാത്ത, എവിടെയും സ്ത്രീകളുടെ അടുത്തേക്ക് നേരെ ഷെഡ്ഡി അടിച്ചിട്ട് നേരെ ചെയ്യുന്ന പറഞ്ഞ് നിൽക്കുന്ന കൈൻഡ് ഓഫ് വൃത്തികെട്ട പുരുഷന്മാരില്ലേ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ജോജി മുണ്ടക്കയം ചെയ്യുന്നത്. കിടുമായിട്ട് ചെയ്യുന്നുണ്ട്, പക്ക കേടു. ആദർശയുടെ ബ്രദർ സമദ് സുലൈമാൻ, പുള്ളി ഇതിലൊരു ബോക്സറല്ല ബൗൺസറായിട്ട്. പിന്നെ വേറെ ഒരു മസ്ലിമാനുണ്ട് മുട്ടയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കഥാപാത്രങ്ങൾ. പിന്നെ കിച്ചു ടെല്ലസ് ഉണ്ട്, വിനീത് തട്ടലിൻ്റെ സുഹൃത്തായിട്ട്. അപ്പോൾ ഇനി വിനീത് തട്ടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്ക് പല്ലൊക്കെ വെച്ചിട്ട് ഒരു മേക്ക് ഓവറൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ പുള്ളി ഭയങ്കര ഇമോഷണലായിട്ട് ഇതിനെ സമീപിക്കുന്ന ഒരാളാണ്. അത് പുള്ളി എക്സ്പീരിയൻസ് അല്ല, ഇപ്പോൾ ഇമോഷണലായി സമീപിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പടത്തിൽ പ്രശ്നം തോന്നിയത് ഫസ്റ്റ് ഹാഫ് വാസ് ടു ഗുഡ്, ഹെവി, ഡാം ഗുഡ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഈ വിനീത് തട്ടലിൻ്റെ ഇത് വരുന്നവരെ ഓക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് കൈൻഡ് ഓഫ് റെപ്പറ്റേറ്റീവായിട്ട് തോന്നി. ഇങ്ങനെ സീൻസ് വീണ്ടും ഇങ്ങനെ, അതായത് കണ്ടു തന്നെ ഒരു ഫ്രഷ്നെസ് കുറഞ്ഞുപോയി. സ്റ്റിൽ ഇറ്റ് വാസ് വർത്ത് വാച്ചിങ്. പക്ഷേ അതിൻ്റെ ഒരു ടുവേർഡ്സ് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ഇതൊരു പടം ഒരു ഹാപ്പി എൻഡിങ് ആയില്ല. ഇതിൽ പടത്തിനകത്ത് ചെയ്ത പരിപാടിയൊക്കെ ഹാപ്പി എൻഡിങ് ആയിരുന്നു. പടം ലാസ്റ്റ് ആയപ്പോഴേക്കും കുറച്ച് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ കുറച്ച് സിനാരിയൊക്കെ വന്ന്, അതെന്താ ഞാൻ പറയുന്നില്ല, വേറെ കുറച്ച് സിനാരിയൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ കയോസൊക്കെ കാണിച്ച് അങ്ങനെയാണ് പടം അവസാനിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ആ ഒരു സംഭവം അത്ര ഒരു പടത്തിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല പോയി. ഗ്രാഫ് അവസാനമായപ്പോഴേക്കും ഹാപ്പി എൻഡിങ്ങിൽ ഉണ്ടാവേണ്ട സാധനം ഇതായിപ്പോയി, ഡൗൺ ആയിപ്പോയി അവസാനം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്പാ ഫ്രം മീ. ഞാൻ പറഞ്ഞില്ലേ, ഇത് 1 മണിക്കൂർ 58 മിനിറ്റേ ഉള്ളൂ. ഇത് തിയേറ്ററിൽ ആൾക്കാർ കയറി മറ്റേ ഖോഡികൾ, ഇതിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോളെ, ഇതൊരു സ്പോയിലറാണ്, ഇവിടെ വെച്ച് നിർത്തിക്കോ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ. ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ പറയണ വിചാരിച്ചു, പക്ഷേ ഈ പറയാൻ രക്ഷയില്ല. രാഹുൽ മാധവ് ചെയ്ത ക്യാരക്ടർ, എൻ്റെ പൊന്നോ, ഒരു സിനിമ നടൻ മാസ്ക് എല്ലാം വെച്ചിട്ട് മസാജ് ചെയ്യാൻ വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര അടിപൊളിയാണ്. അതായത് ഷെമ്മിയില്ല നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ, ഫഹദ് ഫാസിൽ, അതേപോലത്തെ ഒരു ലുക്കൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് രാഹുൽ മാധവ് കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫഹദൊക്കെ ചെയ്യുന്ന അതേ റേഞ്ചിൽ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട് രാഹുൽ മാധവൻ്റെ ക്യാരക്ടർ. എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് മസാജിൻ്റെ ഇടയ്ക്ക്, ഞാൻ പാൻ ഇന്ത്യൻ പടം ചെയ്യാൻ പോണ്. അതായത് മലയാളം, കന്നഡ, ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഉറുദു, സംസ്കൃതം, തുളു എന്നൊക്കെ പറയാം. എന്നിട്ട് പറയാം ഞാൻ 10,000 കോടി ക്ലബ്ബ് കയറാൻ പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഇത് മാസ്ക് ഇട്ട് വന്നുകൊണ്ട് ആരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അതിൽ എവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, രാഹുൽ മാവ് കൊടുത്തിട്ടിട്ട്, അതായത് മാസ്ക് ഇട്ട് മസാജ് ചെയ്യുമെന്ന ആളെ ചോദിക്കുക,
വേറെന്താ മാങ്കൂട്ടത്തിൽ നല്ല ഇതിൽ പറയുന്നത്, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. കിട്ടി രാഹുൽ മാൻവട്ടത്തിലാണെന്ന് ചോദിക്കുക ശ്രുതിമാൻ്റെ ക്യാരക്ടർ. കാരണം ഇങ്ങനെയൊക്കെ മാസ്ക് വെച്ചിട്ട് മാസ്ക് വെക്കാതെ ഒക്കെ പോയിട്ട് പരിപാടി ഒപ്പിക്കുന്ന ആരാണ് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് അതും അതിൽ എബ്രിഡ് നൈസായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എബ്രിഡിൻ്റെ അടുത്തൊരു പേഴ്സണൽ ഗ്രീവൻസ് പറയാനുണ്ട്. ഈ സിനിമയിൽ എല്ലാ സ്ട്രാറ്റയിലുള്ള സൊസൈറ്റിയിലുള്ള എല്ലാ സ്ട്രാറ്റയിലുള്ള ആൾക്കാരെയും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആണുങ്ങളെ. അതിൽ ഇൻഫ്ലുവൻസറായിട്ട് എന്നെ വിളിക്കായിരുന്നു.